മോഡൽ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞെന്നാരോപിച്ച് പാലക്കാട് വിദ്യാർത്ഥിയെ +2 പരീക്ഷ എഴുതാൻ അനുവദിച്ചില്ലെന്ന് പരാതി. പാലക്കാട് റെയിൽവേ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി സഞ്ജയ്ക്കാണ് ദുരനുഭവം. പരീക്ഷ എഴുതിയാൽ മതിയെന്ന് പറഞ്ഞ് വിദ്യാർത്ഥിയെ പ്രിൻസിപ്പൽ മടക്കി അയച്ചു. നിർദ്ദേശം മറികടന്നാൽ തല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും വിദ്യാർത്ഥി പറഞ്ഞു. എന്താണ് ശരിക്കും ഫിസിക്സ് പരീക്ഷയ്ക്ക് പോയപ്പോൾ സ്കൂളിൽ നിന്നുണ്ടായ അനുഭവം? സ്കൂളിൽ ഞങ്ങൾ എല്ലാവരും പോയി, ഫ്രണ്ട്സൊക്കെ പോയിട്ട്, പക്ഷേ എന്നെ മാത്രം പുറത്താക്കി. മോഡൽ എക്സാമിന് മാർക്കില്ല വേണ്ടിട്ട് ചോദിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു ഇതേ കാരണം തന്നെ പറഞ്ഞു, മറ്റേ ഇത് ഹാൾ ടിക്കറ്റ് തന്നില്ല, എല്ലാവർക്കും കൊടുത്തു, എനിക്ക് മാത്രം തരുന്നില്ല. പിന്നെ മോഡൽ എക്സാമിന് മാർക്കില്ല വേണ്ടിയിട്ടാണ്, അവർക്കും മാർക്കില്ല, എനിക്കും മാത്രമല്ല, അവരെ ഇരുത്തി. എന്നിട്ട് ചോദിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞു പബ്ലിക് എക്സാമിൽ ഞാൻ ഫെയിലാവും, അതുകൊണ്ട് എഴുതണ്ടാന്ന്. പിന്നെ സേന എഴുതിയാൽ മതി എന്നാണ് പറയണത്. പഠിച്ചിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല. ഞാൻ 1 മാസമായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചാണ്. എനിക്ക് മെർച്ചൻ്റ് നേവിയിലാണ് ചേരേണ്ടത്. അപ്പോൾ അതിന് ഫിസിക്സും കെമിസ്ട്രിയും നന്നായി നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് നന്നായി പഠിച്ചത്. പക്ഷേ അതൊക്കെ എന്ത് പറഞ്ഞിട്ട് അവർ സമ്മതിക്കുന്നില്ല. മോശമായി പെരുമാറി മോന്തക്കുറ്റിക്ക് അടിക്കുന്നു, പിന്നെ സർട്ടിഫിക്കറ്റിൽ റെഡ് മാർക്ക് ഇടും, അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ സ്കൂളിൽ നിന്ന് പുറത്ത് പോകാൻ പറഞ്ഞു, നിൽക്കണ്ടെന്ന് പറഞ്ഞു, അവിടെ പോകാൻ പറഞ്ഞു. വല്ലാത്തൊരു സങ്കടത്തിലായിരുന്നു ആ സമയത്ത്. അതെ, അപ്പോൾ എന്നെ മാത്രം പുറത്താക്കേണ്ടി ഫസ്റ്റ് ദിവസം തന്നെ. അപ്പോൾ അത് വിദ്യാർത്ഥിയുടെ പിതാവ് മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകി. പ്രാക്ടിക്കലൊക്കെ എഴുതിയിട്ടുണ്ട്. ഫിസിക്സിന് വന്ന സമയത്ത് എഴുതാൻ പാടില്ല പറഞ്ഞ് തിരിച്ചയച്ചു. അവൻ രണ്ടാമത് വീണ്ടും ചോദിച്ച സമയത്തും പറ്റില്ല പറഞ്ഞിട്ട് അവൻ വീട്ടിലേക്ക് വന്നിട്ട് അമ്മയും കൂട്ടിയിട്ട് വന്നു. സംസാരിക്കാൻ നിൽക്കുന്നില്ല, റീസണും പറയുന്നില്ല. അടുത്ത ദിവസം വന്നിട്ട് ഞാൻ പ്രിൻസിപ്പളോട് ചോദിച്ചു എന്താ റീസൺ ഞങ്ങൾ പറയുന്നത്. അപ്പോൾ വൈഫ് ഒരു പേപ്പർ എഴുതി കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ആ പേപ്പർ നോക്കിയിട്ട് പറഞ്ഞു ശരി, അങ്ങനെ തന്നെ ഒരു വ്യക്തി ഇങ്ങനെ ഒരു എഴുതണ്ട പറഞ്ഞിട്ട് 6 മാസം മുമ്പ് തന്നിട്ടുണ്ടെങ്കിൽ അതേ വ്യക്തി തന്നെയല്ലേ നിങ്ങളടുത്ത് വന്നിട്ട് പറയണത്. എഴുതിത്തുന്ന ആൾ തന്നെ നിങ്ങളടുത്ത് വന്ന് പറയുമ്പോൾ നിങ്ങൾ എഴുതിക്കണോ വേണ്ട, ശരിയാണ് എഴുതിക്കണം, ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുപറ്റിയാണ് അവർ പറയുന്നത്. എന്തായാലും ഇവന് സംഭവിച്ചു, ഇനി ഒരു കുട്ടിക്ക് സംഭവിക്കാൻ പാടില്ല. അവന് ഈ എക്സാം നഷ്ടപ്പെട്ടത് തന്നെയാണ്. നാളെ ഇനി ഒരു കുട്ടിക്ക് ഇതുമാതിരി ഉണ്ടാവരുത്. അതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ആർക്കൊക്കെ പരാതി കൊടുത്തിട്ടുള്ളത്? മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, വിദ്യാഭ്യാസ മന്ത്രി കൊടുത്തിട്ടുണ്ട്, ചൈൽഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്, കളക്ടർ കൊടുത്തിട്ടുണ്ട്, DM ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇക്ബാൽ അറക്കൽ വിശദാംശങ്ങളുമായി. ഇക്ബാൽ, എന്താണ് ഈ സംഭവം? നികേഷ്, ഇക്കഴിഞ്ഞ 1-ാം തീയതിയാണ് പാലക്കാട് റെയിൽവേ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയായ സഞ്ജയ് ഈ +2 പരീക്ഷ എഴുതാൻ വേണ്ടി സ്കൂളിലേക്ക് എത്തുന്നത്. ഈ സമയത്ത് ഹോൾ ടിക്കറ്റിനായി പ്രിൻസിപ്പളെ സമീപിച്ചപ്പോൾ ഈ ഹോൾ ടിക്കറ്റ് പ്രിൻസിപ്പൽ പിടിച്ചു വെക്കുകയായിരുന്നു. കാരണം അന്വേഷിച്ചപ്പോഴാണ് മോഡൽ പരീക്ഷയ്ക്ക് ഈ വിദ്യാർത്ഥിക്ക് മാർക്ക് കുറവാണെന്നും വിദ്യാർത്ഥി പരീക്ഷ എഴുതിയാൽ അത് ഒരു പക്ഷേ സ്കൂളിലെ വിജയ ശതമാനത്തെ ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഹോൾ ടിക്കറ്റ് പ്രിൻസിപ്പൽ പിടിച്ചു വെച്ചത്. വിദ്യാർത്ഥിയെ പരീക്ഷ എഴുതാൻ സമ്മതിക്കാതെ വീട്ടിലേക്ക് പ്രിൻസിപ്പൽ മടക്കി അയക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ നടന്ന ഒരു പരീക്ഷയിൽ വിദ്യാർത്ഥിക്കും അതുപോലെ തന്നെ സഹപാഠികൾക്കും മാർക്ക് കുറവായതിന് പേരിൽ ഈ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പ്രിൻസിപ്പൾ എഴുതി വാങ്ങിയിരുന്നു. ഇതിന്റെ പേരിലാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചതെന്ന് മാത്രമാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. ഏതായാലും വല്ലാത്തൊരു രീതിയിലുള്ള ഒരു ദുരനുഭവമാണ് ഈ +2 വിദ്യാർത്ഥിയായിട്ടുള്ള സഞ്ജയ്ക്ക് ഉണ്ടായത്. ഇനി എന്തെങ്കിലും കാരണങ്ങൾ സമ്മർദ്ദം ഉണ്ടാക്കി ഈ ഹോൾ ടിക്കറ്റ് വാങ്ങാൻ ശ്രമിച്ചാൽ തന്നെ മർദ്ദിക്കുമെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞുവെന്നും ഈ വിദ്യാർത്ഥി പറയുന്നുണ്ട്. ഏതായാലും ഈ കാരണങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഒരു നിയമ നടപടിക്ക് ഈ വിദ്യാർത്ഥിയുടെ കുടുംബം ഒരുങ്ങുന്നത്. മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിക്കും ജില്ലാ കളക്ടർക്കുമാണ് വിദ്യാർത്ഥിയുടെ പിതാവ് സുനിൽ കുമാർ നിലവിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇന്ന് ഈ രണ്ടാമത്തെ +2 പരീക്ഷയുടെ 2ാമത്തെ എക്സാം ഒന്ന് സ്കൂളിൽ വെച്ച് നടക്കുന്നുണ്ട്. ഈ പരീക്ഷയ്ക്ക് ഇപ്പോൾ തൽക്കാലം ഈ ഒരു വിഷയങ്ങളെല്ലാം വിവാദമായതിന് പിന്നാലെ ഈ വിദ്യാർത്ഥി ഇവിടെ ഹോൾ ടിക്കറ്റ് നൽകി ഇപ്പോൾ പരീക്ഷയ്ക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വിദ്യാർത്ഥിക്ക് ആദ്യ പരീക്ഷയായിട്ടുള്ള ഫിസിക്സ് പരീക്ഷയ്ക്ക് ഇരിക്കാൻ സാധിച്ചിട്ടില്ല. ഇനി ഒരു പരീക്ഷയിലൂടെ മാത്രമേ വിദ്യാർത്ഥിക്ക് ഈ +2 എന്ന ഈ ഒരു കടമ്പ കടക്കാൻ സാധിക്കുള്ളൂ. വിദ്യാർത്ഥി പറയുന്നുണ്ട് തൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് മർച്ചന്റ് നേവിയാണ്. ആ മർച്ചന്റ് നേവിയിലേക്ക് തനിക്ക് എത്തണമെങ്കിൽ +2 പരീക്ഷയിലെ ഫിസിക്സും കെമിസ്ട്രിയും മാർക്കുമെല്ലാമാണ് യോഗ്യതയായി കണക്കാക്കുന്നത്. ആ വിദ്യാർത്ഥിക്കാണ് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടാവുന്നത്. ഏതായാലും ഇക്കഴിഞ്ഞ 1-ാം തീയതിയാണ് പാലക്കാട് ഒലവക്കോട് സ്വദേശിയായിട്ടുള്ള സഞ്ജയ്ക്ക് ഇത്തരത്തിലൊരു ദുരനുഭവം സ്കൂളിലെ പ്രിൻസിപ്പളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. നികേഷ് കുമാർ.